എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എന്ത് കാര്യം ഇരുന്നാലും അത് ദൈവത്തിൻ്റെ നിമിത്തം വിചാരിക്കുന്ന ഒരാളാട്ടോ. കാര്യം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊന്നും ദൈവം തരത്തില്ല. അതുപോലെ സർവൈവ് ചെയ്ത് വന്നൊരു വ്യക്തിയാട്ടോ ഇന്ന് എനിക്ക് എൻ്റെ മുന്നിൽ മേക്കപ്പിന് കിട്ടിയ രേണുസുതി. എല്ലാവർക്കും അറിയായിരിക്കും. പുറത്തുനിന്ന് കാണുന്നവർക്ക് രേണുസുതി ഭയങ്കര ചാട, വാ തുറന്ന ചീത്ത മാത്രം പറയുന്ന ഒരാൾ അങ്ങനെ മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രേണുവിൻ്റെ കൂടെ രണ്ടാമത്തെ വർക്കാണ് കേട്ടോ. കാര്യം ഞങ്ങൾ 3 പേര് ചേർന്നാണ് രേണുവിനെ ഒരുക്കിയത്. ഞാൻ, ശ്രുതി ചേച്ചി, സ്വാതി, അങ്ങനെ 3 പേരുണ്ടായിരുന്നേ. ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവരൊരു സെലിബ്രിറ്റി ആണെന്നോ അല്ലാതെ അവർ വലിയ ജാടയൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അവർ ആദ്യത്തെ ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ബിഗ് ബോസിലെ കാര്യം പറഞ്ഞ് വരാം, അവർ അറിഞ്ഞ മുറുകെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് സൈഡിൽ നിന്ന് ഇട്ട് നോക്കുമ്പോൾ ഞങ്ങളോട് അതേ നാണയത്തിൽ തന്നെ ഒരു തിരിച്ചടിച്ചാണ് വർത്തമാനം പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും അവരൊരു സെലിബ്രിറ്റി ആണെന്നോ അല്ലെങ്കിൽ അവർ ഭയങ്കര ചാടയാണെന്നോ തോന്നിയില്ല. കാര്യം ഞങ്ങളിലൊരാൾ, ഞങ്ങൾക്ക് 6 മണിക്ക് ട്രെയിനിന് പോകണം, ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് പോകണം, ഞങ്ങൾ ഭയങ്കര കാര്യത്തിൽ പറയാം. വർക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തിന് 8 മണിയായപ്പോൾ ചോദിച്ചപ്പോൾ ട്രെയിൻ കിട്ടിയില്ലേ, സന്തോഷമായില്ലേ, നമ്മളോട് ആരാ അങ്ങനെ ചോദിക്കുക? നമ്മുടെ സൗഹൃദങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കും. അതുപോലെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ആസ്വദിക്കാൻ അവർക്കൊരു മനസ്സുണ്ട്. അവർ ഇത്രയും സിമ്പിളാണോന്ന് പോലെ ഞാൻ ചിന്തിച്ചു കൂട്ടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വരെ നമ്മൾ ചോദിക്കും. നിങ്ങൾ ചെയ്തോടെ, കുഴപ്പമില്ല,